ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീണ്ടും എത്തി. ഇത് പ്ലൂട്ടോ ക്രിയേഷൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് നല്ലൊരു അടിപൊളി റീസൈക്ലിംഗ് പ്രൊജക്റ്റുമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. റീസൈക്ലിംഗ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ പഴയ ഓയിൽ, യൂസ് ചെയ്ത ഓയിൽ റീസൈക്കിൾ ചെയ്യാൻ പോവാണ്. അതിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ്. വെളിച്ചെണ്ണയല്ല കേട്ടോ, ഇതാണ് ബയോഡീസൽ. ബയോഡീസൽ എന്ന് പറയുന്നത് പറഞ്ഞ പോലെ തന്നെ ഡീസൽ എഞ്ചിനകത്ത് നമുക്ക് നേരിട്ട് ഒഴിച്ച് ഉപയോഗിക്കാൻ പറ്റിയ ഡീസലാണിത്. വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ ബയോഡീസൽ. ഓക്കെ, അപ്പോൾ ഈ ഡീസൽ ഉണ്ടാക്കുന്ന പ്രോസസ്സിൻ്റെ പേര് ട്രാൻസ് എസ്ട്രിഫിക്കേഷൻ എന്നാണ്. ഇതിൽ എളുപ്പമുള്ള പേരിട്ടാൽ പോയി. അപ്പോൾ എന്തായാലും ട്രാൻസ് എസ്ട്രിഫിക്കേഷൻ എന്നാണ് ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേര്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഓയിൽ എന്ന് പറയുമ്പോഴത്തേക്കും പ്ലാന്റ്സിൽ നിന്ന് എടുത്ത എന്ത് ഓയിലാണെങ്കിലും അത് വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ. അപ്പോൾ പാം ഓയിലോ, കോക്കനട്ട് ഓയിലോ, സൺഫ്ലവർ ഓയിലോ, റൈസ് ഓയിലോ, റൈസ് ബ്രാൻ ഓയിലോ എല്ലാം വെജിറ്റബിൾ ഓയിൽസ് ആണ്. അപ്പോൾ വെജിറ്റബിൾ ഓയിൽസ് ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഗ്ലിസറിനും ബയോഡീസലും ഉണ്ടാകുന്ന പ്രോസസ്സിനാണ് ട്രാൻസ് എസ്ട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് ആ ഒരു പ്രോസസ്സ് ചെയ്തിട്ട് കുറച്ച് ബയോഡീസൽ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അറിയണേ? അപ്പോൾ നമുക്ക് നേരെ വർക്കിലോട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബയോഡീസൽ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 കുപ്പികൾ എടുത്തിട്ടുണ്ട്. രണ്ടും ഗ്ലാസിൻ്റെ ബോട്ടിലാണ്. ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതും. പിന്നെ നമുക്ക് എന്തായാലും ബയോഡീസലാക്കി മാറ്റാനുള്ള ഓയിൽ വേണം. ഞാനിവിടെ ഒരു 1/2 ലിറ്റർ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് യൂസ് ചെയ്ത് ഓയിൽ എടുക്കുന്നതായിരിക്കും നമുക്ക് എപ്പോഴും ലാഭമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ വീട്ടിൽ ഒരുപാട് ഓയിലൊക്കെ മിച്ചം വരുന്നത് എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ബയോഡീസലായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും ഞാനിവിടെ 1/2 ലിറ്റർ ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ലൈ എന്ന് പറയും. അതുപോലെ തന്നെ ഡ്രെയിൻ ക്ലീനർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. നമുക്ക് ആമസോണിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആൽക്കഹോളാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇത് എത്തനോളാണ് എടുത്തേക്കുന്നത്. ഇതൊരു 200 പ്രൂഫ് എത്തനോളാണ്. അതായത് വെള്ളശാലം പോലും ഇല്ലാത്ത പ്യൂർ ആയിട്ടുള്ള ആൽക്കഹോൾ. അപ്പോൾ അങ്ങനത്തെ തന്നെ വേണം, എന്നാലേ ഈ ഒരു റിയാക്ഷൻ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ നമുക്ക് ഇതൊന്ന് കറക്റ്റായിട്ടെല്ലാം ഒന്ന് മെഷർ ചെയ്തെടുക്കാനായിട്ടുള്ള ചെറിയൊരു സ്കെയിലും കൂടെ വേണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ബയോഡീസൽ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ 100 മില്ലി ആൽക്കഹോളിന് ആവശ്യമായിട്ടുള്ള ഒരു 2 ഗ്രാമോളം സോഡിയം ഹൈഡ്രോക്സൈഡ് മെഷർ ചെയ്തെടുക്കാം. നമുക്ക് കറക്റ്റ് 2 ഗ്രാം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മുടെ ഈ ആൽക്കഹോളിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൽക്കഹോളും ലൈയും കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓയിൽ എടുക്കാം. ഈ ഓയിൽ നമ്മൾ ഒരു 70 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്ത ഓയിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നെങ്കിൽ ഈ ഒരു റിയാക്ഷൻ കറക്റ്റായിട്ട് സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പോൾ നമുക്കിനി നമ്മുടെ ഓയിലൊന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഓയിൽ ഇത് ഹീറ്റ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത വലിയ ജാറിന് ചെറിയൊരു ലീക്ക് ഉണ്ടായിരുന്നത് വേറൊരു കുപ്പിയിലോട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓയിൽ നമ്മുടെ ഈ കുപ്പിക്കകത്തോട്ട് മാറ്റാം. എന്നിട്ട് അതിനകത്തോട്ട് നമ്മുടെ ഈ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആൽക്കഹോളിൻ്റെ സൊല്യൂഷൻ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്കിനി ഇതിനകത്തോട്ട് ഒഴിക്കാം. ഇനി നമ്മുടെ ആൽക്കഹോൾ ഒഴിക്കാം. നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരുപാട് പ്രഷർ അതിനകത്ത് ബിൽഡപ്പ് ആവും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ കാറ്റൊന്ന് അഴിച്ച് വിട്ടുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിനി ഇതൊരു 4-5 മിനിറ്റ് തന്നെ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ ഷെയ്ക്ക് ചെയ്താലേ ഇതിൻ്റെ റിയാക്ഷൻ നന്നായിട്ട് നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിത് ഏറെക്കുറെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഇത് മിക്സ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിന് വൈറ്റ് കളറായിരിക്കും. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ഓറഞ്ചിൻ്റെ ഷെയ്ഡ് കയറി വരും. ഒരു ഓറഞ്ച് കളർ. ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാകും, ചെറിയൊരു ക്രീം പോലെ ഒരു ഓറഞ്ചിൻ്റെ ഏറെക്കുറെ ഒരു ഷെയ്ഡിന് അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഷെയ്ഡാണ് നമുക്ക് കിട്ടേണ്ടത്. റിയാക്ട് ആകുമ്പോഴാണ് ഒരു ഓറഞ്ച് കളർ ഷെയ്ഡ് കയറി വരുന്നതിന്. ഇതേസമയം നമ്മൾ പാം ഓയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ല കടു ഓറഞ്ച് കളർ, നല്ല തിക്കായിട്ടുള്ള ഓറഞ്ച് കളർ നമുക്ക് കിട്ടും. എന്തായാലും സൺഫ്ലവർ ഓയിലിന് ഇത്ര ഒരു ചേഞ്ച് ഞാൻ ഇതിൽ വന്ന് കണ്ടിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിനി ഇതൊന്ന് ഒരു 1-2 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ട് സെറ്റിലായിട്ട് ഇത് 2 ലെയറായിട്ട് സെപ്പറേറ്റ് ആവും. ഇതിൻ്റെ താഴ്ഭാഗത്തോട്ട് ഗ്ലിസറിൻ്റെ ഒരു ലെയറും മുകളിലോട്ട് ബയോഡീസലുമായിട്ട് സെപ്പറേറ്റ് ആവും. 2 ലെയറായിട്ട് ഡിഫറെൻ്റ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1-2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ഫുള്ളായിട്ട് സെറ്റിലാകാനായിട്ട് ഒരു രാത്രി മുഴുവൻ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോഴായിരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിരിക്കുന്നത് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബയോഡീസൽ ഉണ്ടാക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത്
ഇങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ ഒരു 24 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ അത് നല്ല രീതിയിൽ ഇതിൻ്റെ 2 ലെയർ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ താഴെ കാണുന്ന ഈ ലെയറാണ് ഗ്ലിസറിൻ, ഇതിൻ്റെ മുകളിലോട്ട് കാണുന്നതാണ് ബയോഡീസൽ. ഇനി നമുക്ക് ഇത് രണ്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ ചെറിയൊരു ട്യൂബോ എന്തെങ്കിലും ചെറിയ ട്യൂബ് യൂസ് ചെയ്തിട്ട് വേറൊരു കുപ്പിക്കകത്തോട്ട് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ബയോഡീസൽ നമ്മളിപ്പോൾ ഈ ഒരു കുപ്പിക്കകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഫുള്ളായിട്ട് ഫിൽറ്റർ ചെയ്ത് മാറ്റി ഗ്ലിസറിൻ സെപ്പറേറ്റ് ചെയ്തു. ഇനി നമുക്കിത് വാഷ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇത് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ വെള്ളം ഒഴിച്ച് വാഷ് ചെയ്യാനാണ് പോകുന്നത്. ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിച്ച് വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്തായാലും ഞാനൊരു ഡിസ്റ്റിൽഡ് വാട്ടർ യൂസ് ചെയ്താണ് വാഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ ഇതിനകത്തുനിന്നുള്ള സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ എന്തെങ്കിലും റെസിഡ്യൂസ് എന്തെങ്കിലും മിച്ചം നമ്മുടെ ഇതിനകത്തോട്ട് അലിഞ്ഞ് ചേർന്നേക്കുന്നത് സെപ്പറേറ്റ് ആവും. അങ്ങനെ ഒരു 3-4 തവണ വാഷ് ചെയ്താൽ മാത്രമേ നല്ല ക്ലീൻ ആയിട്ടുള്ള ബയോഡീസൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിച്ചിട്ട് ചെറുതായിട്ട്, ഒരുപാട് വിഗ്രസ് ആയിട്ട് കഴുകില്ല, ചെറുതായിട്ട് അനക്കി ഒന്ന് നമുക്ക് കഴുകി ക്ലീൻ ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടി കിടക്കുന്ന ഈ വെള്ളത്തിന് ചെറിയൊരു മിൽക്കി കളർ വന്നിട്ടുണ്ട്. അതിനകത്തുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് മിച്ചമുള്ള ഇതിനകത്തോട്ട് വെള്ളത്തിനകത്തോട്ട് ഡിസോൾവ് ആയി സെപ്പറേറ്റ് ആവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് തുറന്ന് വെച്ച് ഒരു 2-3 ദിവസം അല്ല 3-4 ദിവസം തുറന്ന് വെച്ച് ഇതിനകത്ത് വെള്ളം ഫുള്ള് ഇവാപ്പറേറ്റ് ആയി പോകണം. അതിനുശേഷം വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ഇതിനകത്തുനിന്ന് വാട്ടർ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഈ അടപ്പിന് ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൈ ഇങ്ങ് മാറ്റുവാണെങ്കിൽ ഇതിനകത്ത് വെള്ളം അടിയിൽ പോയി സിങ്ക് ആകത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ വെള്ളം സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബയോഡീസൽ നമ്മൾ ഇവാപ്പറേറ്റ് ചെയ്യാനായിട്ടൊക്കെ വെച്ച് അതിനകത്ത് വെള്ളമൊക്കെ നന്നായിട്ട് ഇവാപ്പറേറ്റ് ആയിപ്പോയി, നല്ല ക്ലീൻ ആയിട്ട് സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് മെഷർ ചെയ്യണം, എന്തോരം നമുക്ക് ഈൽഡ് കിട്ടിയിട്ടുണ്ടെന്ന്. അതിനായിട്ട് ഞാനിവിടെ ഒരു മെഷറിംഗ് സ്കെയിൽ എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു കപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ക്യൂബിക് സെൻറ്റിമീറ്ററേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ വെയിറ്റ് നോക്കാനായിട്ട് ഇതിലെടുക്കുവാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഗ്രാം ഓക്കെ. അപ്പോൾ നമ്മൾ മെഷർ ചെയ്തപ്പോഴത്തേക്കും 372 മില്ലി നമുക്ക് ബയോഡീസൽ ഇതിനകത്തുനിന്ന് ഈൽഡ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ വോളിയം ഇപ്പോൾ വന്നേക്കുന്നത് 600 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. 600 cc സെൻറ്റിമീറ്റർ ക്യൂബാണ് ഇതിൻ്റെ വോളിയം ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബയോഡീസലിൻ്റെ കളർ, ഇപ്പോൾ സാധാരണ ഡീസലിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു പച്ച കളർ അടുത്താൽ വരും. ഇതിപ്പോൾ ഒരു യെല്ലോ കളറാണ് വന്നേക്കുന്നത്. ബയോഡീസലിന് ഒരു ലൈറ്റ് ഗോൾഡൻ യെല്ലോ മുതൽ ഒരു ഡാർക്ക് ബ്രൗൺ വരെ പല പല കളേഴ്സ് വരും നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണയുടെ ബേസിൽ. ഇപ്പോൾ നമ്മൾ റീസൈക്കിൾ ചെയ്യുന്ന എണ്ണയാണെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി കൂടി ഡാർക്കർ ആയിട്ടുള്ള ബയോഡീസലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഞാനൊരു 100 മില്ലി പാം ഓയിൽ കൊണ്ട് ഉണ്ടാക്കിയിട്ട് ബയോഡീസൽ പ്രോസസ് ചെയ്തിട്ട് ഏറെക്കുറെ ഒരു 30 അല്ലെങ്കിൽ 30 മില്ലി അടുത്താണ് നമുക്ക് ബയോഡീസൽ കിട്ടിയിരിക്കുന്നത്. ബാക്കി ഫുള്ള് ഗ്ലിസറിനായിട്ട് പോവുകയാണ് ചെയ്തത്. നല്ല തിക്കായിട്ടുള്ള ഗ്ലിസറിനാണ് കിട്ടിയത്, സോപ്പ് കഷ്ണം പോലെ, പിയേഴ്സിൻ്റെ സോപ്പ് കിട്ടിയത് തോന്നുന്നു, അതുപോലെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി കത്തിച്ച് നോക്കാം. നമ്മുടെ ബയോഡീസൽ നല്ല രീതിയിൽ കത്തുന്നുണ്ട് കേട്ടോ. ശരിക്കും സാധാരണ ഓയിലിനെ വെച്ച് ഫ്ലാഷ് പോയിന്റ് വളരെ ലോവർ ആയിരിക്കും, ലോവർ ടെമ്പറേച്ചറിൽ തന്നെ പെട്ടെന്ന് തന്നെ കത്തും. അതാണ് ഫ്ലാഷ് പോയിന്റ് കുറവാന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ എണ്ണയായിട്ട് ഇനി വന്നിരിക്കുന്ന വ്യത്യാസം. അപ്പോൾ ട്രാൻസെസ്ട്രിഫിക്കേഷൻ നടക്കുമ്പോഴത്തേക്കും നമ്മുടെ ഓയിലിനകത്തുനിന്ന് ഗ്ലിസറിൻ സെപ്പറേറ്റ് ആയിട്ട് ബയോഡീസൽ നമുക്ക് പ്രൊഡക്റ്റായിട്ട് കിട്ടുകയാണ്. അപ്പോൾ എങ്ങനെയാണ് വീട്ടിൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിൽ മിച്ചം വരുന്ന ഓയിൽ ഇതുപോലെ ബയോഡീസലാക്കി മാറ്റാൻ പറ്റുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി തോന്നും അല്ലേ? ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തത് കടയിൽ നിന്ന് മേടിച്ചത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ആയിരുന്നു. നമുക്ക് യൂസ് ചെയ്ത് മിച്ചം വരുന്ന ഓയിലാണ് ശരിക്കും ബയോഡീസലായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു റീസൈക്കിൾ എന്നൊരു പ്രോസസ്സിലോട്ട് കിടക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഓയിൽ അവിടെയൊക്കെ മിച്ചം വരുന്നതാണ്. അപ്പോൾ അതൊക്കെ നേരെ ബയോഡീസലായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് കടക്കാരന് വേണമെങ്കിൽ ഒരു ഡീസൽ പമ്പും കൂടെ തുടങ്ങാം അല്ലേ? ശരിയാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഡീസൽ എഞ്ചിനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതൊഴിച്ച് പ്രവർത്തിച്ച് കാണിക്കാനായിട്ട് പറ്റിയില്ല. എനിവേ, ഇങ്ങനെയാണ് നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള വെജിറ്റബിൾ ഓയിൽ റീസൈക്കിൾ ചെയ്തിട്ട് ബയോഡീസൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറൊരു അടിപൊളി ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.